ഇപ്പോൾ 4 സംസ്ഥാനങ്ങളിലേക്കും പോണ്ടിച്ചേരിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJP ഗംഭീര വിജയമാണ് നേടിയിരിക്കുന്നത്. ബംഗാളിൽ BJP ഭരണം പിടിച്ചെടുത്തു. ആസാമിൽ BJP ഭരണം നിലനിർത്തി. അതേസമയത്ത് തമിഴ്നാട്ടിൽ വിജയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിക്കാണ് ഇപ്പോൾ അധികാരം കിട്ടിയിരിക്കുന്നത്. പോണ്ടിച്ചേരിയിൽ BJP സഖ്യമാണ് നിലനിർത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള UDF കോൺഗ്രസ് മുസ്ലിം ലീഗ് സഖ്യം അധികാരം തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇവിടെ പലരും മതപരമായ കണക്കുകൾ എടുത്തുകൊണ്ട് വിശകലനം നടത്തുന്നുണ്ട്. പലരും പറയുന്നത് മുസ്ലിങ്ങൾക്ക് ജനസംഖ്യാപരമായ പ്രാതിനിധ്യം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊരു അപകടകരമായ കാൽക്കുലേഷനാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ മതപരമായ സീറ്റുകൾ സംവരണം ചെയ്യുന്നില്ല. സീറ്റുകൾ സംവരണം നൽകിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്രമാണ്. അപ്പോൾ പട്ടികജാതി സംവരണമുണ്ട്, പട്ടികവർഗ സംവരണമുണ്ട്. ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനെക്കുറിച്ച് മാത്രമാണ്. അങ്ങനെ ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞു. അത് എന്ന് നടപ്പിലാക്കുമെന്നുള്ളതിൻ്റെ നൂലാമാലകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആ നൂലാമാലകളുണ്ട്, ആ കടമ്പകളൊക്കെ പരിഹരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു അവസരത്തിൽ മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞു, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്കില്ല എന്ന ആരോപണമാണ് പലരും ഉന്നയിക്കുന്നത്. അപ്പോൾ കണക്കുകൾ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കത് ശരിയാണെന്ന് തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് പശ്ചിമ ബംഗാളിൽ 2011 സെൻസസ് പ്രകാരം 27% മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 30% എത്തിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. പശ്ചിമ ബംഗാളിലെ 294 അംഗ നിയമസഭയിൽ 40 അംഗങ്ങളാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. അതിൽ തന്നെ 34 അംഗങ്ങളും തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്. തൃണമൂൽ കോൺഗ്രസ്സിനാണെങ്കിൽ ആകെ 80 അംഗങ്ങളാണുള്ളത്. അപ്പോൾ 80 അംഗങ്ങളുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ 34 പേരും മുസ്ലിങ്ങളാണ്. അതുപോലെ തന്നെ മറ്റു പാർട്ടികൾ 2 അംഗങ്ങളുള്ള ഒരു പാർട്ടിയുണ്ട്, പിന്നെ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ മുസ്ലിം സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. കോൺഗ്രസിൻ്റെ അധീർ രഞ്ജൻ റോയ് പരാജയപ്പെട്ടു. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് 40 അംഗങ്ങളാണുള്ളത്. BJP സംബന്ധിച്ചിടത്തോളം 294 അംഗ നിയമസഭയിൽ 207 അംഗങ്ങളുടെ BJPയിൽ ഒറ്റ മുസ്ലിം പോലും ഇല്ല എന്നുള്ളതാണ് ഒരു ആരോപണം. രണ്ടാമത്തെ ആരോപണം ആസാമിനെ കുറിച്ചാണ്. ആസാമിലും 30% മുസ്ലിങ്ങളാണുള്ളത്. പക്ഷേ ആസാമിലെ നിയമസഭയിൽ 24 മുസ്ലിങ്ങൾ മാത്രമാണ്. ആസാമിലെ നിയമസഭയിൽ 24 പേരാണ് പ്രതിപക്ഷത്തുള്ളത്. ആ പ്രതിപക്ഷത്തുള്ള 24 പേരിൽ 22 പേരും മുസ്ലിങ്ങളാണ്. അതായത് ആസാമിലെ പ്രതിപക്ഷം മൊത്തം മുസ്ലിങ്ങളാണെന്നർത്ഥം. അതിൽ തന്നെ 19 പേരാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ളത്. കോൺഗ്രസ്സുകാരായ 19 പേരിൽ 18 പേരും മുസ്ലിങ്ങളാണ്. അപ്പോൾ ഇതാണ് ആസാമിലെ ഒരു സ്ഥിതി. അവിടെയും BJPക്ക് മുസ്ലിം MLA-മാരില്ല എന്നുള്ളതാണ് സ്ഥിതി. മറിച്ച് നമ്മൾ കേരളത്തിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 102 പേരാണ് UDFിലുള്ളത്. ആ UDFിലുള്ള 102 പേരിൽ 30 പേരും മുസ്ലിങ്ങളാണ്, 29 പേർ ക്രിസ്ത്യാനികളും, ബാക്കിയുള്ളവരാണ് ഹിന്ദു നാമധാരികളായിട്ടുള്ള ആളുകളുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങളുടെ സംഖ്യ കുറവാണ്, കേരളത്തിലൊഴികെ മുസ്ലിങ്ങളുടെ സംഖ്യ കുറവാണ് എന്നുള്ളൊരു വാദം ഉയർത്താൻ പറ്റും. പക്ഷേ ഇവിടെ ഇതിൻ്റെ പിറകിലുള്ള കാരണക്കാരാരാണ്? ഇവിടെ നമുക്കറിയാം ഭരണഘടനാപരമായിട്ട് ഇവിടെ മതപരമായിട്ടുള്ള യാതൊരു വിവേചനവും ഇല്ല. ഇനി അഥവാ BJP സർക്കാർ തന്നെ ഈ രാജ്യത്ത് 10 വർഷമായിട്ട് ഭരിക്കുന്ന BJP സർക്കാർ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏതെങ്കിലും ഒരു ക്ഷേമ പ്രവർത്തനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിമിനെ ഒഴിവാക്കിയതായി നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇപ്പോൾ മുദ്രാ യോജന നടത്തുന്നു, അല്ലെങ്കിൽ കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റ് നിരവധി പദ്ധതികളുണ്ട്. ഇനി ദേശീയ തലത്തിലുള്ള പദ്ധതികളുണ്ട്, ഓരോ സംസ്ഥാനത്തിനും കൊടുക്കുന്ന പദ്ധതികളുണ്ട്, പട്ടികജാതിക്കാർക്കുള്ള പദ്ധതികളുണ്ട്, അല്ലെങ്കിൽ വിവിധ കർഷകർക്കുള്ള പദ്ധതികളുണ്ട്, തൊഴിലാളികൾക്കുള്ള പദ്ധതികളുണ്ട്, വിദ്യാർത്ഥികൾക്കുള്ള പദ്ധതികളുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ മതപരമായ വിവേചനം നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഓരോ സംസ്ഥാനത്തും ജനസംഖ്യ ആനുപാതികമായിട്ട് പ്രാതിനിധ്യം കിട്ടിയില്ല എന്നുള്ള ഒരു വാദമാണ് ഉന്നയിക്കുന്നത്. അതേസമയത്ത് നമുക്കെടുത്ത് നോക്കാനും കഴിയും, ഇന്ത്യൻ പട്ടാളത്തിൽ അതിൽ ഓഫീസർമാരാണെങ്കിലും സാധാരണ പട്ടാളക്കാരാണെങ്കിലും മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലെ IAS ഓഫീസർമാരിൽ മുസ്ലിങ്ങളുടെ സംഖ്യ നിലവിലിനേക്കാൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലെ IPSകാരിൽ നിലവിലിനേക്കാൾ മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. ഇന്ത്യയിലെ ഡോക്ടർമാരിൽ നിലവിലിനേക്കാൾ മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. അതേപോലെ തന്നെ IT മേഖലയിൽ, സോഫ്റ്റ്വെയർ രംഗത്ത്, അപ്പം ഏതൊരു രംഗത്തെടുത്ത് നോക്കിയാലും മുസ്ലിങ്ങളുടെ സംഖ്യ വർദ്ധിച്ചു വരികയാണ്. അപ്പം
മുസ്ലിങ്ങളെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിലെ സർക്കാർ നടത്തുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾക്ക് മതപരമായ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രാതിനിധ്യം കൊടുക്കണം എന്ന് പറയുന്നത് തെറ്റായ ഒരു വാദമാണ്. അപ്പോൾ ഇത് തന്നെയാണ് പാകിസ്ഥാൻ വാദത്തിലേക്ക് നീങ്ങിയതും. 1906 രൂപീകരിച്ച മുസ്ലിം ലീഗ് പിന്നീട് പാകിസ്ഥാൻ വാദം ഉന്നയിക്കുകയായിരുന്നു. അപ്പം ആ വാദം ഉന്നയിച്ച് രൂപീകരിച്ച പാകിസ്ഥാനിലും അതിൻ്റെ ഭാഗമായിരുന്ന ബംഗ്ലാദേശിലും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇന്ത്യയിലെ BJPയിൽ കൂടെ എന്തിനു ഒരു BJP വിരുദ്ധത ഇന്ത്യയിലെ മുസ്ലിങ്ങൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാൻ കഴിയാത്തത്. ഇന്ത്യയിലെ BJPയാണ് അബ്ദുൽ കലാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കിയത്. അപ്പം മതപരമായ യാതൊരു വിവേചനവും BJP നടത്തുന്നില്ല. മറിച്ച് BJPയോട് മതപരമായ വിവേചനം കാണിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. അവർക്കത് ഭൂഷണമായിരിക്കില്ല. അവരുടെ ആത്യന്തികമായ താല്പര്യത്തിന് അത് വിരുദ്ധമായിരിക്കുമെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഉദാഹരണത്തിന് കേരളത്തിൽ തന്നെ എടുത്തു നോക്കാം. മഞ്ചേശ്വരം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒന്നടങ്കം വോട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വടക്കൻ കേരളത്തിലൊക്കെ മുസ്ലിങ്ങൾ UDFന് വോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി തെക്കൻ കേരളത്തിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിലെ നേമം നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട മത്സരം BJPയും LDFും തമ്മിലായിരുന്നു. പക്ഷേ ഇവിടെ മുസ്ലിം വോട്ട് ചെയ്തിരിക്കുന്നത് UDFനല്ല, മറിച്ച് അവർ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി LDFനാണ് വോട്ട് ചെയ്തത്. അപ്പം കേരളത്തിലെ നിരവധി നിയോജക മണ്ഡലങ്ങൾ നമുക്കിങ്ങനെ ഒരു BJP വിരുദ്ധത മുസ്ലിം സമുദായം പ്രകടിപ്പിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയൊരു മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ BJP വിരുദ്ധത പ്രകടിപ്പിക്കാൻ മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം എന്താണ്? അപ്പോൾ ഇതാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ഏതെങ്കിലും തരത്തിൽ മുസ്ലിങ്ങളോട് BJPയോ കേന്ദ്രത്തിലെ ഭരണകൂടമോ വിവേചനം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് BJPക്ക് മുസ്ലിങ്ങളില്ലാതെ തന്നെ ഭൂരിപക്ഷം കിട്ടാൻ കഴിയും. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കരണീയമായ മാർഗം BJPയുമായിട്ട് സഹകരിക്കുന്നതാണ്. BJP മുസ്ലിങ്ങളെ എതിർക്കാതിരിക്കുന്നിടത്തോളം കാലം BJPയുമായി സഹകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? അപ്പോൾ വർഗീയമായ താല്പര്യത്തോടുകൂടി മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയമായ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കയ്യിലെ കളിപ്പാവകയാവുകയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഈ രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. അങ്ങനെ ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് മുസ്ലിങ്ങളുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ അവസ്ഥ വളരെ പിന്നോട്ടാണെന്ന് കണക്കുകൾ വെളിവാക്കുന്നു. അപ്പോൾ ഇത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഇപ്പോൾ നമുക്കറിയാം, ഇന്നും അത് ഉത്തർപ്രദേശിലാണെങ്കിലും കശ്മീരിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും മധ്യപ്രദേശിലാണെങ്കിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വോട്ട് ബാങ്കായിട്ടാണ് മുസ്ലിങ്ങൾ പ്രവർത്തിച്ചത്. കേരളത്തിൽ മാത്രമാണ് മുസ്ലിങ്ങൾ ഒരു പാർട്ടിയായിട്ട് നിൽക്കുന്നത്. മറ്റു ചില സ്ഥലത്ത് ഒവൈസിയുടെ നേതൃത്വത്തിൽ മുസ്ലിം പാർട്ടിയുണ്ട്. ഇപ്പോൾ ഹുമയൂൺ കബീറിൻ്റെ നേതൃത്വത്തിൽ ബംഗാളിൽ മുസ്ലിം പാർട്ടിയുണ്ട്. ആസാമിൽ മുസ്ലിങ്ങളുടെ പാർട്ടിയുണ്ട്. പക്ഷേ പലപ്പോഴും ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് മുസ്ലിങ്ങൾ പ്രവർത്തിച്ചത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ മുലയൻ സിംഗ് യാദവിൻ്റെയും അഖിലേഷ് യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള പാർട്ടികളിലാണ് മുസ്ലിങ്ങൾ കാര്യമായിട്ട് പ്രവർത്തിച്ചത്. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയിലാണ് മുസ്ലിങ്ങൾ പ്രവർത്തിച്ചത്. അങ്ങനെ മുസ്ലിങ്ങൾ മതേതരർ എന്ന് അവകാശപ്പെടുന്ന മുസ്ലിങ്ങളല്ലാത്ത പാർട്ടി നേതാക്കളുടെ കീഴിലുള്ള പാർട്ടികളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെയൊന്നും അവർക്ക് അർഹമായ പരിഗണന കിട്ടിയിട്ടില്ല. അപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം ചില നേതാക്കന്മാർക്ക് അവർ സീറ്റ് കൊടുക്കുന്നു എന്നല്ലാതെ മുസ്ലിങ്ങളുടെ പുരോഗതി, അതായത് ഇന്ത്യയിലെ സാമാന്യ ജനത്തോടൊപ്പം ഇന്ത്യയിലെ മറ്റ് മുസ്ലിങ്ങളെയും പുരോഗതിയിലേക്ക് നയിക്കുക എന്ന നിലപാട്, സബ്കാ സാത്ത് സബ്കാ വികാസ്, ആരോടും പ്രീണനമില്ല എന്നുള്ളൊരു നിലപാടാണ്. ആ നിലപാടാണ് BJPയും കേന്ദ്ര സർക്കാരും വെച്ച് പുലർത്തുന്നത്. പക്ഷേ മറ്റ് പാർട്ടികളൊക്കെ തന്നെ അവർ വോട്ട് ബാങ്കായിട്ട് ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ മമതാ ബാനർജി എന്താണ് ചെയ്യുന്നത്? മമതാ ബാനർജി പ്രതിപക്ഷത്തിരുന്ന സമയത്ത്, കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്ത് മമതാ ബാനർജി ഏറ്റവും അധികം വിമർശിച്ചത് ബംഗാളിലേക്ക് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ വരുന്നതിനെയാണ് എതിർത്തത്. അന്ന് ആ നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് പശ്ചിമ ബംഗാളിലെ CPM ആയിരുന്നു. പിന്നീട് CPM ആയിട്ട് ഏറ്റുമുട്ടിയ മമത തനിക്ക് ഏറ്റവും സുരക്ഷിതമായ വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണെന്ന് മനസ്സിലാക്കി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിച്ച മമതാ ബാനർജി, അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിച്ച മമതാ ബാനർജിയുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്ക് യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇന്നതിപ്പോൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ബീഹാറിലൊക്കെ തന്നെ കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിങ്ങൾ വൻതോതിൽ BJPക്ക് വോട്ട് ചെയ്യാൻ തുടങ്ങി.
മുസ്ലിങ്ങൾ 50% അതിലധികമോ ഉള്ള ഒരുപാട് പ്രദേശങ്ങൾ, സീമാഞ്ചലം, ബീഹാറിലെ സീമാഞ്ചൽ പ്രദേശത്തൊക്കെ BJP സ്ഥാനാർത്ഥികളാണ് ജയിച്ചു കയറിയത്. അപ്പം അവിടെയൊക്കെ തന്നെ മുസ്ലിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി. കാരണം BJP ഒരു ദേശീയ പാർട്ടിയാണ്, എല്ലാ മതത്തിലെ ആളുകളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. അവരോട് തങ്ങളൊരു പ്രത്യേക മതത്തിൻ്റെ പാർട്ടിയായി നിന്ന് അല്ലെങ്കിൽ ബാർഗൈനിങ് പവർ നടത്തുന്നതിന് പകരം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുസ്ലിങ്ങൾക്ക് കൂടി പ്രവർത്തിക്കുന്നതാണ് നല്ലത് എന്നവർ മനസ്സിലാക്കിയപ്പോൾ കേരളത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമായിരിക്കും. കേരളത്തിലെ ജനസംഖ്യയുടെ ആ ഒരു പ്രത്യേക ഡെമോഗ്രാഫിക് സിറ്റുവേഷനിൽ അവർക്കത് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഒരുപക്ഷെ കേരളത്തിൽ BJP ശക്തമാവുകയും ക്രിസ്ത്യാനികളും BJPയുടെ കൂടെ വരികയും ചെയ്താൽ മുസ്ലിങ്ങളുടെ ബാർഗൈനിങ് ശക്തി നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് മതപരമായ ഒരു ബാർഗൈനിങ് ശക്തി നടത്തി BJPയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും എന്ന് കണക്കുകൾ അവരെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ദേശീയ മുഖ്യധാരയിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്. 47 മുമ്പുള്ളൊരു നിലപാട് നിങ്ങൾ മാറ്റുകയും 47 ശേഷമുള്ള അല്ലെങ്കിൽ 1950 ഭരണഘടന വന്നതിന് ശേഷമുള്ള ഒരു ഇന്ത്യയുടെ ഭാഗമായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ് മുസ്ലിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പ്രത്യേക വിഭാഗമായി നിന്ന് വിലപേശാൻ നിന്നാൽ നിങ്ങൾക്ക് ഉള്ള സ്ഥാനം പോലും നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് പാർലമെൻറ്റ് അംഗങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരിക്കലും മതപരമായ പ്രാതിനിധ്യം മുസ്ലിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പം മുസ്ലിം സംഘടനകൾ എപ്പോഴും ചെയ്യേണ്ടത് ദേശീയ മുഖ്യധാരയിൽ നിൽക്കുകയാണ്. ഇപ്പം സിറ്റിസൺ അമെൻമെൻറ്റ് ബില്ല് ആക്ട് കൊണ്ടുവന്നു, പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നു. ആ നിയമത്തിനെതിരായിട്ട് സമരം ചെയ്യാനാണ് മുസ്ലിങ്ങൾ തയ്യാറായത്. അതേപോലെ തന്നെ ഭരണഘടനയുടെ 370 വകുപ്പ്, അത് കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഒരു വകുപ്പാണ്. അത് താൽക്കാലികമായിട്ട് അവിടെ കൊണ്ടുവന്നാണ്. അത് മാറ്റുന്നതിനെതിരെ പല മുസ്ലിം സംഘടനകളും അതിന് തയ്യാറായി. അതേപോലെ തന്നെ പലസ്തീൻ വിഷയത്തിന് വേണ്ടിക്കൊണ്ടും അങ്ങനെയുള്ള ലോകത്ത് നടക്കുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനാണ്, അല്ലാതെ ഇന്ത്യയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാനല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തയ്യാറാവുന്നത്. അങ്ങനെ എപ്പോഴാണോ നിങ്ങൾ ദേശീയ മുഖ്യധാരയിലേക്ക് വരുന്നത് അന്ന് മാത്രമേ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് പുരോഗതി അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രാതിനിധ്യം ഉണ്ടാവൂ എന്നവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.